ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. ഒരു ദിവസം എൻ്റെ കുമ്പസാരക്കാരൻ എത്രമാത്രം സഹിക്കണമെന്ന് ഞാൻ ആന്തരികമായി മനസ്സിലാക്കി. സുഹൃത്തുക്കൾ അങ്ങയെ ഉപേക്ഷിച്ചു പോകും, എല്ലാവരും അങ്ങേക്കെതിരാകും, അങ്ങയുടെ ശാരീരിക ശക്തി ക്ഷയിക്കും. സഹനത്തിൻ്റെ ചക്കിലേക്ക് കർത്താവ് തിരഞ്ഞെടുത്തെറിഞ്ഞ ഒരു മുന്തിരിക്കുല പോലെയാണ് അങ്ങെന്ന് ഞാൻ കണ്ടു. അച്ഛാ, ഈ പ്രവൃത്തികളെപ്പറ്റിയും എന്നെ പറ്റിയുമുള്ള സംശയങ്ങളാൽ അങ്ങയുടെ ആത്മാവ് പലപ്പോഴും അസ്വസ്ഥമാകും. ദൈവം തന്നെ അദ്ദേഹത്തിന് എതിരാകുന്നത് പോലെ എനിക്ക് തോന്നി. അവിടുന്ന് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ദൈവം തന്നെ അദ്ദേഹത്തിന് മാർഗതടസ്സം വരുത്തുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഈ പ്രവൃത്തി എൻ്റേതാണെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. ഒന്നിനെയും ഭയപ്പെടേണ്ട എന്ന് അവനോട് പറയുക. രാവും പകലും എൻ്റെ കടാക്ഷം അവൻ്റെ മേലുണ്ട്. ഈ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ എണ്ണമനുസരിച്ചുള്ള കിരീടങ്ങൾ കൊണ്ട് അവൻ്റെ കിരീടം രൂപപ്പെടുത്തും. ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനുവേണ്ടിയുള്ള സഹനത്തിനാണ് ഞാൻ പ്രതിഫലം നൽകുക. ഓ എൻ്റെ ഈശോയെ, ഞാൻ സഹിക്കുന്ന പീഡകളെ അങ്ങ് മാത്രം അറിയുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും അങ്ങയോട് വിശ്വസ്തത പുലർത്തുന്നത് കൊണ്ടും മാത്രമാണ് ഇത്. അങ്ങ് എൻ്റെ ശക്തിയാകുന്നു. അങ്ങ് ആവശ്യപ്പെടുന്നത് എപ്പോഴും വിശ്വസ്തയോടെ നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ. തനിയെ ഒന്നും ചെയ്യാൻ ഞാൻ ശക്തയല്ല. എന്നാൽ അങ്ങ് എന്നെ സഹായിക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളും എനിക്ക് നിസ്സാരങ്ങളാണ്. ഓ എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവിന് അങ്ങേ അനുഭവിക്കാനുള്ള കൃപ ലഭിച്ചപ്പോൾ മുതൽ എൻ്റെ ജീവിതം നിരന്തരമായ കഠിനയത്നമാണ്. അതിൻ്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ പ്രഭാതത്തിലും ധ്യാന സമയത്ത് ദിവസം മുഴുവനുമുള്ള ഈ കഠിനയത്നത്തിനായി ഞാൻ എന്നെ ഒരുക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരണം എൻ്റെ വിജയം എനിക്ക് ഉറപ്പ് നൽകുന്നു. അങ്ങനെയാണ് ദാനം. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ദിനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ട ശക്തിയും കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ വേണ്ട ധൈര്യവും ശക്തിദായകമായ ഈ അപ്പം എനിക്ക് നൽകുന്നു. എന്നിലുള്ള ധൈര്യവും ശക്തിയും എൻ്റേതല്ല, പിന്നെയോ ദിവ്യകാരുണ്യത്തിലൂടെ എന്നിൽ വസിക്കുന്നവൻ്റേതാണ്. ഓ എൻ്റെ ഈശോയെ, തെറ്റിദ്ധാരണകൾ വളരെയാണ്. ദിവ്യകാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ അങ്ങ് കാണിച്ചു തരുന്ന വഴികളിലൂടെ മുന്നേറാൻ ഞാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. എളിമപ്പെടുത്തൽ എൻ്റെ അന്നന്നയപ്പമാണ്. മണവാളൻ്റെ എല്ലാ കാര്യത്തിലും മണവാട്ടി പങ്കുചേരേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
അതിനാൽ പരിഹാസത്തിൻ്റെ അവിടുത്തെ പുറംകുപ്പായം എന്നെയും പൊതിയേണ്ടിയിരിക്കുന്നു. അധികമായി സഹിക്കേണ്ടി വരുമ്പോൾ നിശബ്ദയായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ എന്നെ നീതീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന എൻ്റെ നാവിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ അനുഗ്രഹങ്ങളും ദാനങ്ങളും എനിക്ക് തന്നെ ദൈവത്തെ സ്തുതിക്കാൻ എന്നെ സഹായിക്കേണ്ട കടമയാണ് അതിനുള്ളത്. ദിവ്യകാരുണ്യത്തിൽ ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ നാവ് മൂലം എൻ്റെ ദൈവത്തെയോ എൻ്റെ സഹോദരങ്ങളെയോ വേദനിപ്പിക്കാതിരിക്കാൻ എൻ്റെ നാവിനെ സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാവ് നിരന്തരം ദൈവസ്തുതികൾ ആലപിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നാവ് ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണ്! നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ആത്മാവിന് വിശുദ്ധി പ്രാപിക്കാൻ സാധ്യമല്ല.